ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ചില പൊട്ടിത്തെറികൾ, അത് പൊട്ടിത്തെറികൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഇത് ആർക്കെതിരെ വെടിവെച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ IRGCയുടെ സൈഡിൽ നിന്നാണ് വെടിവെച്ചിരിക്കുന്നതായിട്ട് വിവരങ്ങൾ വരുന്നത്. IRGC ആണ് മറ്റുള്ള കപ്പലുകൾക്ക് നേരെ വെടിവെച്ചതെന്നുള്ള വാർത്തയാണ് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിജൈറ എന്ന് പറഞ്ഞ പോർട്ട് ശരിക്കും പറഞ്ഞാൽ UAEയുടെ പോർട്ടാണ്. ആ പോർട്ടിൻ്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉള്ളിലല്ല, ശരിക്കും അത് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ എഡ്ജിലാണ് ഇരിക്കുന്നത്. ശരിക്കും ഇറാന് ആ ഭാഗത്തേക്ക് വന്ന ആക്രമണങ്ങൾ നടത്തേണ്ട ഒരാവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇറാൻ ആ ഭാഗത്ത് പ്രകോപനപരമായ രീതിയിൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഇറാൻ IRGC പ്രത്യേകിച്ച് അവർ UAEക്ക് മേലിൽ ഞങ്ങൾക്ക് അങ്ങനെ UAE പ്രത്യേകിച്ച് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നെങ്കിലും അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ UAE ഉപദ്രവിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബഹ്റൈൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഷിയ മുസ്ലിംസിൻ്റെ അറസ്റ്റ് അതിലും ഇറാൻ വല്ലാത്ത രീതിയിൽ പ്രകോപിതരാണ്. അപ്പോൾ ബഹ്റൈനെതിരെയും അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് ഫ്രീഡം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളിലാണ്. കാരണം അവരതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ യുറേനിയം എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റ്, ഈ എഗ്രിമെൻറ്റ്, ചർച്ച, ഡീൽ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള വിഷയങ്ങളുമായിട്ടുള്ള ചർച്ചകളാവാം നമുക്കെന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച വേണ്ട എന്നാണ് ഇറാൻ്റെ നിലപാട്. ഇതാണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ട്രംപ് എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ്, ഇത്രയും ഫ്രീ സ്പേസ് ഒക്കെ കൊടുത്ത് ഇറാൻ ഒരു ബഫർ ടൈം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് എന്താണോ ടാസ്ക് അതുവരെ അടിച്ചങ്ങ് നിർത്തണം, എന്നാലേ കൃത്യമായിട്ട് ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇഴഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതുപോലെ തന്നെ ആ ഏരിയയിൽ നിരന്തരം അൺസർട്ടനിറ്റിയാണ്. യുദ്ധം നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, സീസ് ഫയർ ആണെന്ന് ചോദിച്ചാൽ അതുമില്ല, എന്നാൽ ഫ്രീ ആയിട്ടുള്ള ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല, എണ്ണയുടെ വില കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പം നിങ്ങൾ എന്താണ്, യുദ്ധം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. അപ്പം ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലകൾ ശരിക്കും നിരന്തരം ഒരു എക്കണോമിക് ക്രൈസിസിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. പക്ഷേ അത് ട്രംപിന് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കണം. ഒന്നെങ്കിൽ അറ്റാക്ക് ചെയ്ത് അടിച്ച് ഒതുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒപ്പുവെച്ചിട്ട് മാറിപ്പോവുക. ഇതിപ്പം എത്ര തന്നെ സംസാരിച്ചാലും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ വഴങ്ങില്ല എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇറാനിന് സമയം കൊടുക്കുന്നത്, എന്ത് പ്രയോജനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ബിഗ് സീറോ വേണമെങ്കിൽ നമുക്ക് ട്രംപിന് കൊടുക്കാം. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് ഹാഡ് എ ലോങ് മീറ്റിംഗ് വിത്ത് സുപ്രീം ലീഡർ മൊജ്തബ ഖമനേയി. അതായത് ഇതുവരെ വെളിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ലീഡറാണ് മൊജ്തബ ഖമനേയി. മൊജ്തബ ഖമനേയുമായിട്ട് ഒരു ലോങ് മീറ്റിംഗ് നടത്തിയതായിട്ടാണ് മസൂദ് പെസസ്കിയാൻ അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, മൊജ്തബ ഖമനേയിയുടെ നിയന്ത്രണത്തിലാണ് ഇറാൻ്റെ റൂളിംഗ് നടക്കുന്നത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറാൻ പറയുന്നതായിട്ടുള്ള ന്യായവാദങ്ങളുമുണ്ട്. മൊജ്തബ ഖമനേയി പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് കൊടുക്കുന്നത് വരെ ഈ അഭ്യൂഹങ്ങൾ, അതുപോലെ ഈ കോൺസ്പിറസി ഇങ്ങനെ നിലനിൽക്കും. അതിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് സൗത്ത് കൊറിയയുടെ ഷിപ്പിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാനിലെ IRGC നടത്തുന്ന പല ആക്രമണങ്ങളും അവർ സൗദി അറേബ്യയുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമമാണ് IRGC നടത്തുന്നത്. അതായത് ഇറാൻ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളതിലുപരി അവർ സൗദി അറേബ്യയെയും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്റ്റായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇറാൻ. പക്ഷെ അത് അത്ര എളുപ്പമല്ല. CNN മാത്രം ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ അവരുടെ സൈഡിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റേറ്റീവ്സിനെ അറേഞ്ച് ചെയ്ത് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു വാർത്ത CNN മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസസ് ഒന്നും തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് US ഇൻഡയറക്റ്റ് ടോക്ക് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇറാൻ്റെ മിലിറ്ററി ഞങ്ങൾ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അത് അവർ റിയലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മിലിറ്ററി, ആർമി, നേവി എല്ലാം തന്നെ ഡിഫീറ്റ് ആയെങ്കിൽ പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ആരാണ് ഇരുന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നിയമങ്ങൾ ഇറക്കുന്നതും മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് വിളിച്ച് പറയുന്നതും
കപ്പലുകൾ അതിൽ കടന്നു പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് റിറ്റാലിയേറ്ററി മെസ്സേജുകളൊക്കെ അയക്കുന്നതൊക്കെ ആരാണ്? ഇതൊക്കെ ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ട്രംപിന് എന്താണ് തലയ്ക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും. വെസ്റ്റേൺ തെഹ്റാനിൽ മിലിറ്ററി ടെസ്റ്റ് നടത്തിയതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ഇറാൻ്റെ സ്റ്റേറ്റ് TV ആണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആർമി ഡിഫൻസ് ടെസ്റ്റാണ് അവർ നടത്തിയത് അവിടെ. ഇറാൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഒരു കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നില്ല. കഴിഞ്ഞ ആഴ്ച ചൈനീസ് കപ്പലിനെതിരെ വരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് ചൈനീസ് കപ്പലിനെ ആക്രമിക്കുന്നത്? കാരണം ചൈനയും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണല്ലോ എന്നുള്ള ന്യായവാദങ്ങളൊക്കെ അവർ നിരത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ സൈഡിൽ ക്ലാരിഫിക്കേഷൻ, അതായത് അവർ IRGC തന്നെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അതിലുപരിയായിട്ട് ആ മേഖലയിൽ പ്രോ ഇറാനിയൻ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പും ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇറാന്റെ പൊളിറ്റിക്കൽ വിങ്ങിന്റെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നത്. അതാണ് അവിടുത്തെ കോമഡി. അതുകൊണ്ട് ഞങ്ങളെല്ലാം ആക്രമണം നടത്തിയെന്ന് പറയുന്നത് ഇറാന്റെ പൊളിറ്റിക്കൽ വിങ് ആണ്. IRGC കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. IRGC പറയുന്നത് UAE ആണ് കശം ഐലൻഡിൽ നിർത്തിയിട്ടിരുന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് എന്നുള്ള ആരോപണം IRGC UAEക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. UAE അതിന് പകരം കനത്ത വില നൽകേണ്ടി വരും എന്നുള്ളൊരു താക്കീതും കൂടി അവർ നൽകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം വൺ സ്റ്റോപ്പിൽ അവസാനിക്കാനിരുന്ന സാഹചര്യത്തിൽ ട്രംപാണ് ഇതിനെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് വല്ലാത്ത രീതിയിൽ ഒരു വികൃത രൂപത്തിലാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെ ഇസ്രായേൽ വൺ ഷോട്ടിൽ അവസാനിപ്പിച്ചേനെ. ഒരു 2 ആഴ്ച സമയം കൊടുത്താൽ മതിയായിരുന്നു. ഇറാന്റെ മിലിറ്ററിയും കശം ഐലൻഡിന്റെ ഭാഗത്ത് കൗണ്ടർ ഫെയർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പുറത്തുള്ള ആർമി ഏതാണ്, അമേരിക്കൻ ആർമിയാണോ എന്നുള്ളതിലൊരു ഡൗട്ടുണ്ട്. കാരണം അമേരിക്കൻ സ്ട്രൈക്കർ ഷിപ്പുകളാണ് UAEയുടെ ഭാഗത്ത് ഡോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അമേരിക്കൻ സ്ട്രൈക്കർ ഷിപ്പുകളിൽ നിന്നും ആക്രമണം നടത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും അമേരിക്കയും IRGCയും തമ്മിലായിരിക്കും ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. പക്ഷേ അൺവാണ്ടഡ് ആയിട്ട് UAEയെ വലിച്ചഴയ്ക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. IRGC അവർക്ക് UAE ആണ് നോട്ടം. ട്രംപ് പറയുന്നത് ഇറാൻ മില്യൺസ് ഓഫ് പീപ്പിളിനെ കൊന്നൊടുക്കുന്നുണ്ട്. അവരുടെ ഓൺ സിറ്റിസൻസിനെ തന്നെയാണ് കൊന്നൊടുക്കുന്നത്. നമുക്കറിയാം ഒരു ബോംബിട്ടാൽ ഒരുപാട് പേര് മരിക്കും. അപ്പോൾ അതുകൊണ്ട് ആക്രമണം നടത്താൻ എളുപ്പമാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഒരു ട്വീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ട്വീറ്റ് ലേറ്റസ്റ്റ് ട്വീറ്റാണ്. യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണറായിട്ടുള്ള ഉർസുല ഫോൺ ഡെർ ലൈനുമായിട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് വളരെ ഡീപ്പ് ലെവലിൽ ചർച്ച നടത്തി. ഇറാൻ്റെ പക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണ്. വളരെ ശക്തമായി തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ സപ്പോർട്ട് ഈ വിഷയത്തിൽ അമേരിക്കയ്ക്കുണ്ട്. ഞങ്ങൾ വളരെ ഡീപ്പായിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. സോ ഉറച്ച നിലപാടാണ് യുറേനിയം ഇറാൻ്റെ പക്കൽ പാടില്ല എന്നുള്ളത്. ആ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്തതായിട്ട് ട്രംപ് ഇപ്പം ഈ മൊമെൻറ്റിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ ഒരുപക്ഷേ ഈ തീരുമാനത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പുറത്ത് ഷഹബാസ് ഷെരീഫും വളരെ പ്രിയങ്കരനായിട്ടുള്ള അസീം മുനീറൊക്കെ ഇവിടെ കാത്തു നിൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അസീം മുനീർ ഒന്ന് ജസ്റ്റ് ഫോൺ വിളിച്ചാൽ പിന്നെ ഈ ഉർസുല ഫോൺ ഡെർ ലൈനെയൊക്കെ ട്രംപ് മറന്നു കളയും, ഇസ്രായേലിനെ വരെ മറന്നു കളയും എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ മലക്കം പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ യുറേനിയം വെച്ചോ, യുറേനിയം നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചർച്ച നടത്താം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. ട്രംപാണേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതാണ് സ്ഥിതി. യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇറാന് യുറേനിയം പാടില്ല എന്നുള്ളത്. ഇറാനാണെന്നുണ്ടെങ്കിൽ യുറേനിയം ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് നടത്താം എന്നുള്ള നിലപാടാണ് ഇറാൻ്റെത്. UN ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലുള്ള മൈൻ നീക്കാനും അതുപോലെ തന്നെ ടോൾ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട്. പക്ഷെ അത് ഇറാൻ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സദൻ ഇറാൻ ഭാഗത്ത് വലിയ രീതിയിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായതായിട്ടാണ് വാർത്തകൾ വരുന്നത്. തുടരെ ഇറാൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ എക്സ്പ്ലോഷൻസ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കത്തി നശിക്കുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൂട്ടേജസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ വലിയൊരു ശബ്ദത്തോടു കൂടിയുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ്റെ പാർലമെൻറ്റ് മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ തുറക്കില്ല എന്ന് വളരെ ഉറച്ച തീരുമാനമെടുത്താണ് ഇറാൻ്റെ ലോ മേക്കേഴ്സ് അഥവാ MLAs ഓർ MPs അവർ എടുത്തിരിക്കുന്ന തീരുമാനം. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചൈനയിൽ എത്തിയിട്ട് തിരികെ മടങ്ങുന്ന ആ ഒരു ടൈമിനുള്ളിൽ ഇറാൻ ഡീലിന് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് അമേരിക്കയുടെ സൈഡിൽ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന തീരുമാനം. ട്രംപിൻ്റെ ചൈന വിസിറ്റ് പൂർത്തിയാകുന്നത് വരെ ഒരു ടൈം ലൈൻ എക്സ്റ്റൻഷൻ കൊടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ വാർത്തയിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത്. സൗദി അറേബ്യയും കുവൈറ്റും
അവരുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താനുള്ള പെർമിഷൻ US ഡിഫൻസ് ഫോഴ്സിന് നൽകിയിരിക്കുകയാണ്. വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയും കുവൈറ്റും അവരുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ വേണമെങ്കിൽ ആക്രമണം നടത്തിക്കോളാൻ അമേരിക്കയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇറാൻ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും വിത്തിൻ 1 വീക്കിൽ ഓപ്പറേഷൻ ഫ്രീഡം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആഫ്റ്റർ ചൈന വിസിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം, ട്രംപിൻ്റെ ചൈന വിസിറ്റ് പൂർത്തിയായതിനു ശേഷം വീണ്ടും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടങ്ങാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ടോൾ കളക്ഷൻ ഇൻ ഹോർമോസ്, അതേപോലെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ ലോ വയലേഷൻ ആണെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോൾ പറയേണ്ട വിഷയമാണോ? ഇത് വയലേഷൻ ആണെന്ന് അറിയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ മാത്രമല്ല, ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ചോദ്യം അതായിരിക്കും. ഇറാൻ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ട്. ചരക്ക് നീക്കം സ്മൂത്തായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട ചില കംപ്ലയൻസസ് ഉണ്ട്. ആ കംപ്ലയൻസസിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം ഞാൻ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിലവിലെ 1550 കപ്പലുകൾ തെഹ്റാൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിനുള്ളിൽ ബ്ലോക്കായി കിടക്കുകയാണ്. 1550 കപ്പലുകൾ. അപ്പോൾ എന്തായാലും വളരെ ദയനീയമായ സിറ്റുവേഷനാണ്. ഇതിനകത്തൊന്നും തന്നെ പറയാനില്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ്. അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രഷർ ആയിക്കോട്ടെ, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, ഓയിലിൻ്റെ പ്രൈസ് ഹൈക്കായതായിക്കോട്ടെ, ഓയിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലുപരി അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിലൂടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇതാണ് ഇപ്പോൾ നിലവിലെ വൺ മോർ അപ്ഡേറ്റ് ഇറാൻ അമേരിക്ക സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.